ഹായ് കൂട്ടുകാരെ, കോഫി പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചർമ്മം വെളുത്ത് സായിപ്പ് പോലെ ആകും കേട്ടോ. നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിൻ ബ്രൈറ്റ് ആക്കാനുമൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലുള്ളതാണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണാണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അരമുറി നാരങ്ങയുടെ നീരും കൂടിയാണ് ചേർക്കുന്നത്. നാരങ്ങ നീര് നമ്മുടെ സ്കിന്നിന് ഒരു ബ്ലീച്ച് എഫക്റ്റ് നൽകാനും സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാനും ഒക്കെ നാരങ്ങ നീരിൽ നിന്നും സാധിക്കുന്നതാണ്. അങ്ങനെ നാരങ്ങ നീരും ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കാം. കട്ട കെട്ടാനായിട്ട് പാടില്ല, നല്ല പോലെ എല്ലാം കൂടി മിക്സായി കിട്ടണം. അങ്ങനെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കരുത്. ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ഇടാനായിട്ട് നോക്കണം. ഇപ്പം നിങ്ങൾക്ക് ഫേസിലാണ് നിറം വെക്കണമെങ്കിൽ ഫേസിലിടാം, അതല്ല കൈകളിലാണ് നിറം വെക്കണമെങ്കിൽ കൈകൾക്കിടാം, ഫുൾ ബോഡിക്കാണ് നിറം വെക്കണമെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഈ പാക്ക് അടിപൊളി സംഭവമാണ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണാം നിങ്ങളുടെ ആ ഒരു സ്കിന്നിനകത്തുണ്ടാകുന്ന ഷെയ്ഡൊക്കെ കൂടുന്നത്. എന്തായാലും ഞാൻ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ട് നിങ്ങളെ കാണിക്കാം. കൈകളിലേക്ക് ഇടാനായിട്ട് പോവുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോകാനും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആവാനും ഒക്കെ വേണ്ടിയാണ് ചെറിയ രീതിയിലൊരു മസാജ് നമ്മൾ കൊടുക്കുന്നത്. മസാജ് കൊടുത്തതിന് ശേഷം സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. ചെറിയ രീതിയിൽ വലിച്ചിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണേ. ഞാൻ എന്തായാലും മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം. തുടയ്ക്കുമ്പോൾ എന്താണ് റിസൾട്ട് എന്നുള്ളത് ആകാംക്ഷയിലാണ് ഞാൻ. വാവ്, സംഭവം കണ്ടോ? തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടിയത് കണ്ടോ? സംഭവം കിടുവാണ് മക്കളെ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. എൻ്റെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആരും മറക്കരുതേ. നിങ്ങൾ കണ്ടോ ആ ഒരു സ്കിന്നിൻ്റെ ചേഞ്ചസ് ഒക്കെ കണ്ടോ? നമുക്ക് ഈ ഒരു റിമൂവ് ചെയ്തതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യാനായിട്ട് നോക്കണം. സംഭവം കിടുവാണ്. നിങ്ങൾക്ക് നല്ല പോലെ സ്കിൻ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ സാധിക്കും. 1-2 ഒക്കെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂടുന്നതാണ്. ചെയ്തിട്ട് എന്തായാലും എന്നോട് വന്നിട്ട് റിസൾട്ട് പറയാൻ മറക്കരുതേ.